ജാസ്മിനെ 2 ദിവസമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ജാസ്മിൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ജാസ്മിൻ ജാഫർ എന്ന് കേൾക്കുമ്പോൾ ഗബ്രി കോംബോയാണ്. ജാസ്മിൻ ഗബ്രി അല്ലാതെ നമുക്കവിടെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു വ്യക്തിയാണ്. ജാസ്മിനോട് കൂടുതൽ ചേർത്ത് ഗബ്രിയുടെ പേര് പറയും. ബിഗ് ബോസ് കണ്ടവരെല്ലാം പറയും അല്ലേ. അപ്പം അതിനെ സംബന്ധിച്ച് ജാസ്മിൻ അവിടെ പറയുന്നുണ്ട്, എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, അവനോട് എനിക്കൊരു സ്നേഹം ഉണ്ട്, അത് പക്ഷെ കല്യാണത്തോടൊപ്പം പോകാൻ താല്പര്യമില്ല, കാരണം ഞങ്ങൾ 2 ജാതിയാണ്, അതുകൊണ്ട് അത് പോകാൻ പറ്റത്തില്ല. അതുപോലെ ചില വീട്ട് സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അത് കല്യാണത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയും. അതുതന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും നാളും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊരു ഡ്രാമയാണ്. അവരെ സംബന്ധിച്ചറിയാം അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. ജാസ്മിന് ഒരു കല്യാണം ഉറപ്പിച്ച് വെച്ചൊരു പെൺകുട്ടിയാണ്. അതുപോലെ ഗബ്രി പറയുന്നത് കേട്ടു, എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് എന്നും പറയുന്നത് കേട്ടു. അതുപോലെ ഈ ഇന്നത്തെ സമയത്ത് കാസ്റ്റുകാർ നോക്കാറില്ലെങ്കിൽ ഇവർക്ക് കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് ചേരത്തില്ല എന്ന് അവർക്കറിയാം. പിന്നെ എന്തിനീ പെടാപ്പാടൊക്കെ പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതൊരിക്കലും നടക്കില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ അതിലേക്ക് വഴിപ്പെടേണ്ട കാര്യം എന്തോ അല്ലേ. അതാണ് എനിക്ക് സംശയം തോന്നിയത്. അത് ജാസ്മിൻ ആ ഇൻ്റർവ്യൂവിൽ തുറന്നു പറയുന്നുണ്ട്. ഗബ്രിയുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണെന്നാണ്. എനിക്ക് ആരുമില്ലാത്തപ്പോൾ എൻ്റെ കയ്യിലൊന്ന് ചേർത്ത് പിടിക്കുവാനും എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുവാനും അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ വളരെയധികം ന്യായീകരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ ആരും കാണാതിരിക്കുമ്പോൾ, ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ ആരും കാണാതിരിക്കുമ്പോൾ നമുക്ക് ആരെ വേണമെങ്കിലും കെട്ടിപ്പിടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അതാരും കണ്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും കണ്ടു കഴിയുമ്പോഴാണ് അത് എല്ലാവരും അറിയുന്നതും അത് സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ജാസ്മിൻ വേറൊരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചിരുന്ന ചെറുക്കൻ, അത് വാക്ക് പറഞ്ഞതേ ഉള്ളൂ, അല്ല നിശ്ചയമൊന്നും നടത്തിയിട്ടില്ല എന്ന്. നമ്മളും പറഞ്ഞില്ല നിശ്ചയമൊന്നും നടത്തിയിട്ടുണ്ട്. അത് ജാസ്മിൻ്റെ വാപ്പ തന്നെയാണ് പറഞ്ഞത്, കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞതാണ് എന്ന് ജാസ്മിൻ്റെ വാപ്പ തന്നെയാണ്. ജാസ്മിനും അവിടെ വെച്ച് പറയുന്നുണ്ട്, എനിക്കൊരു ചെറുക്കനുണ്ട് എന്നുള്ളത്. ബിഗ് ബോസിൽ നിന്ന് പോയതിന് ശേഷം അതിൻ്റെ കല്യാണം നടക്കും എന്നും ജാസ്മിൻ തന്നെ പറയും. ഇപ്പോൾ പുറത്ത് വന്നിട്ട് ജാസ്മിൻ പറയുന്നത് പല ന്യായീകരണങ്ങളും പറയുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇത് തെറ്റ് പറ്റിപ്പോയെന്ന് നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ബിഗ് ബോസിൽ വന്നപ്പം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാസ്മിന് തെറ്റ് പറ്റിപ്പോയി. അത് ജാസ്മിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ബിഗ് ബോസ് വെച്ച് അംഗീകരിക്കാൻ പലരും പറഞ്ഞിട്ട് ജാസ്മിനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ ഭയങ്കര പാടായിരുന്നു. എനിക്ക് തെറ്റ് പറ്റിപ്പോയില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ജാസ്മിൻ പെരുമാറിക്കൊണ്ടേയിരുന്നത്. പക്ഷേ ജാസ്മിൻ്റെ വാപ്പ ചെന്നിട്ട് മാല വെച്ച് മാറുന്നു, ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റുന്നു. അപ്പം ജാസ്മിൻ പറയുന്നത് ഇതൊക്കെ എനിക്കൊരു എന്താ പറയുന്നത്, എനിക്ക് വേറെ ഒന്നും തോന്നിയിട്ടില്ല. നമ്മൾ അന്നും പറഞ്ഞായിരുന്നു, ഒരു എന്താ പറയുന്നത്, ഒരു കാമുകൻ പുറത്ത് പോയി കഴിയുമ്പോൾ കാമുകി ചെയ്യുന്ന ഒരു രീതി, അത് തന്നെയാണ് ജാസ്മിൻ അവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നത്. ഫോട്ടോയോട് സംസാരിക്കുന്നു, അവൻ്റെ മാല എനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയായിരുന്നു ജാസ്മിൻ അവിടെ കാട്ടിക്കൂട്ടിയത്. അപ്പം പുറത്ത് വന്നപ്പോൾ അത് നെഗറ്റീവായി ബാധിച്ചു എന്നറിഞ്ഞപ്പോഴാണ് ജാസ്മിൻ ഇപ്പം പ്ലേറ്റ് മാറ്റുന്നത്. ജാസ്മിൻ പിന്നെ നമുക്ക് അഫ്സൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അറിയാം. ജാസ്മിനെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി അഫ്സലാണെന്നുള്ളത് ജാസ്മിൻ തന്നെയാണ് അകത്ത് പറഞ്ഞത്. അതിനുശേഷം അഫ്സൽ പുറത്ത് വന്ന് പറയുകയും ചെയ്യും. ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുന്ന പെൺകുട്ടി അകത്ത് പോയി ഏതെങ്കിലുമൊക്കെ കാണിക്കുക, നമ്മൾ ഭയങ്കര പുരോഗമനവാദികളെന്നൊക്കെ പറയുമെങ്കിലും പല കാര്യങ്ങളും നമുക്ക് പുരോഗമനമൊന്നും ഇല്ല. പക്ഷേ അതിനും അപ്പുറത്തായിരുന്നു ഈ ജാസ്മിനും ഗബ്രിയും അവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ. അവരെ സംബന്ധിച്ച് അവർക്കൊരു തെറ്റല്ല. അവർ പറയുന്നത് ഫ്രണ്ട്സ് തമ്മിൽ അങ്ങനെ പെരുമാറിയാൽ എന്തായെന്ന് ഭൂരിപക്ഷം ആൾക്കാർക്കും ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് തന്നെയാണ് അവിടെ നടന്നത്. അതുകൊണ്ടിപ്പം ആ പയ്യനോട് പലരും ചോദിച്ചു, എന്താണ് ആ പെൺകുട്ടി കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഫകി കെട്ടാണ് അവളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയേണ്ടി വന്നു.
പക്ഷെ പുറത്ത് വന്നതിന് ശേഷം ജാസ്മിൻ പറയുന്നത്, ഞാൻ വന്നതിന് ശേഷം എന്നോട് സംസാരിക്കണ്ടേ, അവിടെ ഒരു ഗെയിമല്ലേ നടന്നത് എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞു കഴിയുമ്പോൾ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ല. സാധാരണ എല്ലാ ചെറുപ്പക്കാരും, ഭൂരിപക്ഷം ചെറുപ്പക്കാരും ചെയ്തത് തന്നെയാണ് അഫ്സൽ ചെയ്തത്. ആ ബന്ധം വേണ്ടാന്ന് വെച്ചു, അത് ആണ് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ അവൾ കൊണ്ടുവരുന്ന പണത്തോട് ആർക്ക് ആക്രാന്തമുള്ളവർ ചിലപ്പം എന്തു പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ കാണും. ജാസ്മിനെ സംബന്ധിച്ച് കല്യാണമെല്ലാം ഉറപ്പിച്ച് വെച്ചാണ് ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടി അകത്ത് പോയി ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പുറത്ത് എങ്ങനെയൊക്കെ ബാധിക്കുമെന്നുള്ളത് ജാസ്മിന് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് ജാസ്മിൻ പറയുന്നത്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അതിനേക്കാൾ വലിയ തെറ്റാണ് ഈ പുറത്ത് നിന്നവർ ചെയ്ത് എന്ന് പറയുന്നത്. പുറത്ത് നിന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട്. യൂട്യൂബർമാരുടെ കാര്യം, യൂട്യൂബിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് നമുക്കറിയാം ആരാണ്. ജാസ്മിൻ വളരെയധികം വിശ്വസിച്ചേൽപ്പിച്ച, തൻ്റെ യൂട്യൂബ് ചാനലുകളെല്ലാം ഏൽപ്പിച്ച ഒരു യൂട്യൂബർ തന്നെ ചതിച്ചു എന്ന് ജാസ്മിൻ അതിനകത്ത് പറയുന്നു. അപ്പോൾ പേരൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ അവരുടെ കാര്യമാണ്. അതിനെ സംബന്ധിച്ച് ജാസ്മിൻ്റെ നിലപാട് ശരിയാകാം. പക്ഷേ ഈ അഫ്സൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ജാസ്മിൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ ഈ തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ജാസ്മിനുമായിട്ട് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ജാസ്മിൻ അവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ പുറത്ത് നിന്ന് ഏത് ചെറുപ്പക്കാരനും കാണിക്കുന്ന പോലെ ചെയ്യുന്നത്. സാധാരണ ഈ കൂട്ടുകാരുടെ ഇടയിൽ നീ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണോടാ, എന്താ അവിടെ ഈ കാണിക്കുന്നതെന്ന് പലരും ചോദിക്കും. ചോദിച്ചു കഴിയുമ്പോൾ നമുക്കാകപ്പാടെ ഒരു വിമിഷ്ടം പോലെ ഉണ്ടാകും. അപ്പോൾ നമ്മളത് കല്യാണം ഒഴിയുക എന്നേ ഉള്ളൂ. പിന്നെ പുറത്ത് വന്നതിന് ഇവരോടെല്ലാം ജാസ്മിൻ പറയുന്നത്, ഇവരോടെല്ലാം വീട്ടുകാരോടും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോടും എല്ലാം ഞാൻ പറഞ്ഞിരുന്നു, അകത്തെന്ത് വേണമെങ്കിലും നടക്കും, അത് ഞാൻ പുറത്ത് വന്നിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി തരാമെന്നത്. അത്രയൊക്കെ കഷ്ടപ്പെട്ട് നിൽക്കൂ ആരെങ്കിലും ചെറുപ്പക്കാർ നിൽക്കൂ? ഇല്ല. പിന്നെ ജാസ്മിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും പറയും. ജാസ്മിൻ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്. ബിഗ് ബോസ് എന്നെ ചതിച്ചുള്ള രീതിയിൽ തന്നെയാണ് അവർ എഗ്രിമെൻ്റ് ഒപ്പിട്ടപ്പോൾ എന്നെ നെഗറ്റീവായിട്ട് കാണിക്കാൻ അവർ ശ്രമിച്ചു. അതുമല്ല, എന്നെപ്പോലുള്ള ഒരു പെൺകുട്ടി അകത്ത് കയറുമ്പോൾ അവിടെ ഒരു കോംബോ ഉണ്ടാക്കണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിച്ചു. അതിന് പ്രകാരം തന്നെയാണ് ബിഗ് ബോസ് നടത്തിയത്. അതുപോലെ തൻ്റെ വൃത്തിയില്ലായ്മ ബിഗ് ബോസ് അത് കൂടുതൽ എടുത്തു കാണിച്ചു. തൻ്റെ നെഗറ്റീവായ കാര്യങ്ങളെല്ലാം പുറത്ത് കാണിച്ചു. ഞാൻ പോസിറ്റീവായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ബിഗ് ബോസ് പൂർണ്ണമായി കണ്ട എന്നൊരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് തോന്നിയത്, ജാസ്മിനോടൊരു പ്രത്യേക മമത ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ബാക്കി ഒരു മത്സരാർത്ഥികൾക്കും കൊടുക്കാത്ത സ്വാതന്ത്ര്യം ജാസ്മിന് കൊടുത്തിട്ടുണ്ട്. ജാസ്മിനെ വാപ്പ വിളിച്ചതിനെപ്പറ്റി ജാസ്മിൻ പറയുന്നു. ബിഗ് ബോസിൽ ഏത് മത്സരാർത്ഥിയെ വാപ്പ വിളിച്ചിട്ടുണ്ട്? വാപ്പ വിളിച്ചിട്ട് വാപ്പ പറയുന്നു, നീ ഒറ്റയ്ക്ക് നിന്ന് കളിക്കൂ എന്ന ഒരു ഗെയിമിനിടയിലാണ് പറയുന്നത്, ഒറ്റയ്ക്ക് നിന്ന് കളിക്കൂ. അതുപോലെ നമ്മളന്ന് കേട്ടുകൊണ്ടിരുന്നത് ജാസ്മിൻ്റെ വാപ്പയ്ക്ക് ബ്ലോക്കുണ്ട്, അത് പറയാൻ വേണ്ടി വിളിച്ചു എന്നൊക്കെയാണ് കേട്ടത്. പക്ഷേ ജാസ്മിൻ പറയുന്നു, പിന്നെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വാപ്പ ഉപദേശിച്ചതായിട്ട് പറയുന്നത്. അതൊക്കെ ഒരു ഗെയിമിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. പക്ഷേ എന്നിട്ട് ജാസ്മിൻ പറയുന്നത് ബിഗ് ബോസ് തന്നെ ചതിച്ചു എന്നാണ് പറയുന്നത്. അതെത്രമാത്രം ശരിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ജാസ്മിൻ, എനിക്ക് തോന്നുന്നു ഫ്രീദുവിനെ പറ്റി, ജാസ്മിൻ്റെ ഏകദേശം പ്രായമാണ് ഫ്രീദുവിനെ പറ്റി ഇതൊന്നും പറയുന്നില്ല. ജാസ്മിനേക്കാൾ ഒരുപക്ഷെ കാണാൻ കൊള്ളാവുന്നത് ഫ്രീദുവാണെന്ന് തോന്നുന്നു. ഫ്രീദും അർജുനുമായിട്ട് ഒരു കോംബോ പോലെ ഉണ്ടാക്കാൻ വേണ്ടി ബിഗ് ബോസ് ശ്രമിച്ചു. പക്ഷേ അവർ വളരെ തന്ത്രപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അവർക്കൊരു കോംബോ ഉണ്ടാക്കിയിരുന്നത് സുഹൃത്തുക്കളെ പോലെ. അവർക്കൊക്കെ ഒരു യാതൊരുവിധ നെഗറ്റീവ് ഉണ്ടായിട്ടില്ല. അപ്പം നമ്മുടെ പ്രവൃത്തിയാണ് നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കി തരുന്നത്. അത് ജാസ്മിൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്ന് മാത്രമേ ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക്, ഇൻ്റർവ്യൂവിൻ്റെ പല സ്ഥലത്തും സ്വയം മെഴുകാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ന്യായീകരിച്ച് കോളമാക്കാൻ മാത്രമേ അത് സഹായിച്ചിട്ടുള്ളൂ. പല മേഖലയിലും പറയുന്നുണ്ട്, പല വിഷയങ്ങളെപ്പറ്റി ജാസ്മിൻ പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ജാസ്മിനെ പോലുള്ള ഒരു പെൺകുട്ടി തന്നെയായിരുന്നു, ഏകദേശം അതേ പ്രായമുള്ള പെൺകുട്ടി തന്നെയായിരിക്കും, ചിലപ്പോൾ അതിന് കൂടുതലാകാം ഫ്രീദുവിനെ പറ്റി അങ്ങനെ നെഗറ്റീവ് വന്നിട്ടില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. അതിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പുറത്ത് വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു, അത് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യം, അതൊന്നും ഈ
നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ 24 മണിക്കൂറും ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന, ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ. പിന്നെ ഞാൻ പറയാറുണ്ട്, പലതും വെട്ടിക്കുറച്ചൊക്കെ ആയിരിക്കും അവർ കാണിക്കുന്നത്. അത് നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ളത് അവർ കാണിക്കും. അത് പല മത്സരാർത്ഥികളും പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയെ നെഗറ്റീവ് ആക്കാനും പോസിറ്റീവ് ആക്കാനും ഒക്കെ ഈ ബിഗ് ബോസിലെ അണിയറ പ്രവർത്തകർക്ക് കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു പരിധിവരെ അത് ശരിയായിരിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരാൾ ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവും കാണിച്ച് എപ്പോഴും പോസിറ്റീവ്, അവരുടെ 100%, 50% കൂടുതൽ പോസിറ്റീവും ബാക്കി 40% നെഗറ്റീവും ആണെങ്കിലും ഒരു നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ജിൻഡോ കപ്പ് നേടി, ജിൻഡോയെ സംബന്ധിച്ച് ഒത്തിരി നെഗറ്റീവ് ഉണ്ടായി. ആ നെഗറ്റീവ് എല്ലാം തന്നെ പുറത്ത് കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ ജിൻഡോയുടെ പോസിറ്റീവ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ജാസ്മിൻ്റെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞില്ലേ, വാപ്പ വിളിച്ചു എന്ന് പറഞ്ഞത് ഏറ്റവും വലിയതാണ് ബിഗ് ബോസ് കാണിച്ചു കൊടുത്തത്. അതുപോലെ ജാസ്മിന് വേണ്ടി പല നിയമങ്ങളും മാറ്റി എഴുതുന്നത് നമ്മൾ കണ്ടു, ലെറ്റർ കൊടുക്കുന്നത് കണ്ടു. അങ്ങനെ പല കാര്യങ്ങളും, പുറത്തെ കാര്യങ്ങളൊക്കെ ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ജാസ്മിൻ പറയുന്നുണ്ട്, പുറത്തുനിന്ന് വന്നവരൊക്കെ എന്നോട് പറഞ്ഞു ഇതുപോലെ അപ്പല് 3-4 ഓഡിയോ ക്ലിപ്പ് ഇറക്കി, വീഡിയോ ഇറക്കി എന്നൊക്കെ ഞാൻ അറിഞ്ഞു, അകത്ത് നിന്ന് തന്നെ അറിഞ്ഞു. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ജാസ്മിൻ അകത്ത് വെച്ച് തന്നെ അറിയുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് പോലും മാറാൻ ജാസ്മിൻ തയ്യാറായില്ല. അത് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആഴ്ചയിലൊക്കെ നമ്മുടെ ഗബ്രിയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ ആ ബാത്റൂമിൻ്റെ ഇടയിൽ വെച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്തായിരുന്നത്, ഇത്രയൊക്കെ മനസ്സിലായൊരു വ്യക്തിയാണ് അങ്ങനെ പെരുമാറുന്നത്. അപക്വമായ പെരുമാറ്റം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും നമ്മൾ ഉപ്പിൽ നിന്ന് വെള്ളം കുടിക്കും എന്നുള്ള അവസ്ഥ തന്നെയാണ്. അതാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇനിയും പറഞ്ഞ് മെഴുകാതെ അല്ലെങ്കിൽ ന്യായീകരിക്കാതെ സ്വന്തം ജീവിതം നോക്കി മുന്നോട്ട് പോവുക. അതിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം, ആ തെറ്റുകൾ എല്ലാ മനുഷ്യനും ഉണ്ടാകാം. ആ തെറ്റുകൾ ന്യായീകരിക്കാതെ, ന്യായീകരിച്ചാലും മെഴുകി ആകെപ്പാടെ അഴിക്ക് പറ്റത്തേ ഉള്ളൂ. ന്യായീകരിക്കാതെ തനിക്ക് തെറ്റ് പറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ ഇനിയും ആ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. എല്ലാവർക്കും ഇനിയും ജീവിതം ഒത്തിരി കിടപ്പുണ്ടെന്ന്. ജാസ്മിൻ ജാഫർക്ക് എന്ന് പറഞ്ഞാൽ 22-23 വയസ്സം കണ്ടേ ഉള്ളൂ. ഇനിയും ജീവിതം കിടപ്പുണ്ട്. ഒന്നും ആകുന്നില്ല എന്ന് മാത്രം ജാസ്മിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം കേട്ടോ. ഓക്കെ, ബായ്.